ഇടുക്കി മൂന്നാർ ചക്രമുടിയിലെ ഭൂമി കയ്യേറ്റം ശരിവെച്ച് പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട്. കയ്യേറ്റം നടന്നത് റവന്യൂ ഭൂമിയിലെന്ന് കണ്ടെത്തിയതായി റിപ്പോർട്ടിൽ പറയുന്നു. ഭൂമി കയ്യേറി അനധികൃത പ്രവർത്തനം നടത്തിയവർക്കെതിരെ നടപടി വേണമെന്നും ആവശ്യമുണ്ട്. റിപ്പോർട്ടിന്റെ പകർപ്പ് കേരള വിഷൻ ന്യൂസിന് ലഭിച്ചു. കൂടുതൽ വിവരങ്ങൾ എബി ജോൺ തോമസ് കൊച്ചിയിൽ നിന്ന് നൽകും. എബി, കഴിഞ്ഞ കുറച്ചു നാളുകളായി ചക്രമുടി കയ്യേറ്റം വാർത്തകളിൽ നിറയുകയായിരുന്നു. ഒടുവിൽ അന്വേഷണം കണ്ടെത്തൽ. എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട കണ്ടെത്തലുകൾ? ലിഗീഷ്, വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകളാണ് ഈ റിപ്പോർട്ടിലുള്ളത്. IG-യുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ഈ ഒരു അന്വേഷണം നടത്തിയിരുന്നത്. അതിന്റെ ഈ അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ട് ഇതിനുവേണ്ടി പ്രത്യേകമായിട്ടൊരു ടീമിനെ തന്നെ നിയോഗിച്ചുകൊണ്ടുള്ള നടപടിയാണ് കോടതിയുടെ ഭാഗത്ത് നിന്നുണ്ടായിരുന്നത്. ആ അന്വേഷണ സംഘമാണ്, IG-യുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘമാണ് ഇപ്പോൾ ഇത്തരത്തിലുള്ള ഒരു റിപ്പോർട്ട് സമർപ്പിക്കുകയും ആ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വരികയും ചെയ്യും. വളരെ ഗുരുതരമായിട്ടുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്നുള്ളതാണ്. 25 ഏക്കറോളം വരെ സർക്കാർ പുറമ്പോക്ക് ഭൂമി കൈയേറിയിട്ടുണ്ട് എന്നുള്ളതാണ് IG നേതൃത്വത്തിലുള്ള ഈ മൂന്നാറിലെ സ്പെഷ്യൽ ടീമിന്റെ റിപ്പോർട്ടിൽ വ്യക്തമാകുന്നത്. ഈ ചൊക്രിമുടിയിലെ പരിസ്ഥിതിയെ താറുമാറാക്കുക അല്ലെങ്കിൽ ആ നിലയ്ക്കുള്ള പ്രവർത്തനങ്ങളാണ് അവിടെ നടന്നിരിക്കുന്നത്. പക്ഷേ ഇതിന്റെ മറ്റൊരു ഗുരുതരമായിട്ടുള്ള വിഷയം എന്ന് പറയുന്നത് സർക്കാർ ഉദ്യോഗസ്ഥർ തന്നെ ഇതിനെ കൂട്ടുനിന്നു എന്നുള്ളതാണ്. പഞ്ചായത്ത് സർവേ ഉദ്യോഗസ്ഥർ, റവന്യൂ പഞ്ചായത്ത് സർവേ ഉദ്യോഗസ്ഥർ ഈ ഒരു കയ്യേറ്റത്തിന് കൂട്ടുനിന്നിട്ടുണ്ട് എന്നുള്ളതാണ് റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു പരാമർശമായി കാണുന്നത്. ഇവിടെ ഒരു തരത്തിലും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കാൻ പാടില്ലാത്ത പ്രദേശമാണ്, റെഡ് സോണിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഒരു കയ്യേറ്റം നടക്കുകയും അതിന് സർക്കാർ ഉദ്യോഗസ്ഥർ ഒത്താശയും ചെയ്തിരിക്കുന്നത്. ഇതിൽ 2-3 ഉദ്യോഗസ്ഥരുടെ പേരുകൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ പരാമർശിക്കപ്പെട്ടിട്ടുണ്ട്. അത് ഈ കെട്ടിട നിർമ്മാണത്തിന് NOC നൽകിയിട്ടുള്ള ദേവികുളത്തെ തഹസിൽദാറായിട്ടുള്ള D അജയൻ, താലൂക്ക് സർവേയർ ലിബിൻ രാജ് എന്നിവരുടെ പേരെടുത്ത് ഈ റിപ്പോർട്ടിൽ വിമർശനമുണ്ട്. ഈ ലിബിൻ രാജ് ഈ പ്രദേശത്ത് പോയി പരിശോധന നടത്തുകയും അത് ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളും ഇല്ലാത്ത പ്രദേശമാണ് എന്ന് കണ്ട് ആ നിലയ്ക്കുള്ള റിപ്പോർട്ട് സമർപ്പിക്കുകയും ഒപ്പം തന്നെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനായിട്ടുള്ള അനുമതിക്ക് കൂട്ടുനിൽക്കുകയും ചെയ്യുകയായിരുന്നു. പക്ഷേ ഈ പ്രദേശം ഒരു തരത്തിലുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പാടില്ലാത്ത റെഡ് സോണിൽപ്പെട്ട ഭൂപ്രദേശമാണ്. അവിടെയാണ് ഇത്തരത്തിലുള്ള ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നടപടികൾക്ക് ഒത്താശ ചെയ്തിരിക്കുന്നത് ഉദ്യോഗസ്ഥർ എന്നുള്ളതാണ്. ഇവിടെ ഒരു പരിസ്ഥിതിയുടെ തന്നെ ആവാസ വ്യവസ്ഥയെ ഏതാണ്ട് പൂർണ്ണമായും താറുമാറാക്കുന്ന ഒരു നിലപാടാണ് അല്ലെങ്കിൽ സംഭവമാണ് അവിടെ ഉണ്ടായിരിക്കുന്നത്. വരയാടുകളുടെയൊക്കെയും ഒരു ആവാസ കേന്ദ്രം കൂടിയാണ് ഈ പ്രദേശം എന്ന് പറയുന്നത്. അതിനെ പോലും ഇല്ലാതാക്കിക്കൊണ്ടുള്ള ഒരു നടപടി ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. 12 മാസം ഈ പ്രദേശങ്ങളിൽ നിർമ്മാണ പ്രവർത്തനം നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ 12 മാസവും ഇവർ കണ്ണടച്ച് ഇരുട്ടാക്കുകയായിരുന്നു. ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് മൗനാനുവാദം നൽകുകയായിരുന്നു എന്നുള്ളതാണ് ഈ റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട ഒരു കണ്ടെത്തൽ. ഇത്തരത്തിലുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചകൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ പോലും ഒരു തരത്തിലും ഈ ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടപടികൾ ഉണ്ടായില്ല. ക്രിമിനൽ കേസെടുത്ത് നടപടികളുമായി മുന്നോട്ട് പോകുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു തരത്തിലുള്ള നടപടികളും ഉണ്ടായിട്ടില്ല. പക്ഷേ ഈ റിപ്പോർട്ടിന്റെ ശുപാർശ പ്രകാരം ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഇപ്പോൾ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണം എന്നുള്ള നിർദ്ദേശം കൂടി ആ നിലയ്ക്കുള്ള ഒരു ശുപാർശ കൂടി റിപ്പോർട്ടിൽ വന്നിട്ടുണ്ട്. 25 ഏക്കർ വരുന്ന സ്ഥലമാണ് ഇത്തരത്തിൽ JCB ഉപയോഗിച്ച്, പുൽമേട് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളാണ് JCB ഉപയോഗിച്ച് മണ്ണിളക്കി ഈ പ്രദേശത്തെ ആകെ മാറ്റിമറിക്കുന്ന ഒരു നടപടി ഉണ്ടായിരിക്കുന്നത്. പാരിസ്ഥിതിക ആഘാതം വലിയ രീതിയിൽ ഉണ്ടാകാനുള്ള സാധ്യത കൂടി ഈ ഘട്ടത്തിൽ വിലയിരുത്തപ്പെടുന്നുണ്ട്. വലിയൊരു ദുരന്തത്തിന്റെ ഒരു മുന്നിലാണ് നമ്മൾ നിൽക്കുന്നത് എന്നുള്ളതാണ്. കാരണം വയനാട്ടിൽ നമ്മൾ കണ്ട ഒരു ദുരന്തമുണ്ട്. ആ ദുരന്തത്തിലൂടെ പശ്ചാത്തലത്തിൽ അടച്ചിട്ടുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നത് എന്നുള്ളത് ഇതിന്റെ ഗൗരവം വളരെയധികം വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യം കൂടി. എന്തായാലും വലിയ രീതിയിൽ ഗുരുതരമായിട്ടുള്ള വീഴ്ച ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു. സർക്കാരിന്റെ പുറമ്പോക്ക് ഭൂമി കൈയേറുന്നതിന് സർക്കാർ ഉദ്യോഗസ്ഥരെ കൂട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഈ വിഷയത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 2 ഉദ്യോഗസ്ഥരുടെ പേര് കൃത്യമായും എടുത്തു പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു വലിയ അനധികൃതമായിട്ടുള്ള കയ്യേറ്റത്തിന് കൂട്ടുനിന്ന നടപടിക്ക് അതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടിൽ പരാമർശങ്ങൾ ഉണ്ടായിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വരയാടുകളൊപ്പം തന്നെ കാട്ടുപോത്ത്, ആന തുടങ്ങിയ വന്യമൃഗങ്ങളുടെയൊക്കെ വിഹാര കേന്ദ്രമായിട്ടുള്ള ഒരു സ്ഥലത്തെ ആവാസ വ്യവസ്ഥയാണ് ആകെയും തകർക്കുന്ന നിലയിലേക്ക് ഒരു നടപടിയിലേക്ക് പോകുന്നു. അതിന് ഉദ്യോഗസ്ഥർ തന്നെ കൂട്ടുനിൽക്കുന്നു. അത് തന്നെയാണ് ഈ റിപ്പോർട്ടിലെ ഏറ്റവും ഗൗരവമുള്ള ഒരു കണ്ടെത്തലായി കാണുന്നത്. ഇവർക്കെതിരെ ക്രിമിനൽ നടപടി പ്രകാരം കേസെടുക്കണമെന്ന് ശുപാർശ കൂടി ഈ റിപ്പോർട്ടിലുണ്ട്. ലിബീഷ്, ചക്രമുടിയിലെ ക്രമക്കേടുകൾ അക്കമിട്ട് നിരത്തി അന്വേഷണ സംഘത്തിന്റെ റിപ്പോർട്ടിലെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ എന്തൊക്കെ നടപടികൾ ഉണ്ടാകുമെന്ന് കാത്തിരുന്നു തന്നെ കാണാം. വിവരങ്ങളാണ് എബി ജോൺ തോമസ് നൽകിയത്.